ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായി ഞാൻ ലോങ് വീഡിയോ ഈ വീഡിയോ എടുക്കണം എന്ന് കുറേ ദിവസമായി ഞാൻ വിചാരിച്ചിരുന്നു. ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്നും പറഞ്ഞത് ഇന്നായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഫൈനലി ക്യാമറ ഞാൻ വെച്ച് സെറ്റ് ആയപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര മൂഡ് ഓഫ്. അത് കഴിഞ്ഞിട്ട് അതൊക്കെ എങ്ങനെയൊക്കെയോ മാറ്റി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വളരെ കുറച്ച് ലിപ്സ്റ്റിക്കേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ കാണിച്ചു തരാം. എനിക്ക് ചേരണതും ചേരാത്തതായിട്ടുള്ള കുറേ ലിപ്സ്റ്റിക്ക്, അല്ല കുറേതല്ല, ഒരു 2-3 ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട്. അപ്പൊ അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് ചേരണതും കാണിച്ചു തരാം, എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതും കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഈ മെബ്ലൈന്റെ വിനയൽ റേഞ്ചിലുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ലിപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഞാൻ പ്രൈസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത്. ഇത് എന്താ പറയാ, എന്റെ ഒരു സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ നല്ലോണം നല്ല എന്താ പറയാ ന്യൂഡായിട്ടുള്ളൊരു നല്ല അടിപൊളി ഒരു ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഇത് ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഡാസ്ലറിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതും എനിക്കിപ്പോ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ഞാൻ ഇതാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടൊരു ഷെയ്ഡ് കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ. അതുപോലെ കിട്ടിയതായിരുന്നു എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക്. ഇതിന്റെ കൺസിസ്റ്റൻസി ഒക്കെ അടിപൊളിയാണ്. പിന്നെ കുറെ നേരം ലോങ് ലാസ്റ്റ് ചെയ്യും. പിന്നെ കഴിഞ്ഞ ലിപ്സ്റ്റിക് ഇല്ലേ, അതും ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ് അത്യാവശ്യം. പിന്നെ ഇതിന്റെ പ്രൈസും പിന്നെ ഷെയ്ഡും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്റെ കയ്യിൽ ആ ലിപ്സ്റ്റിക് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ മറന്നു പോയിട്ടാണ് ഇതിന്റെ ഷെയ്ഡൊക്കെ. ഇനി അടുത്ത ലിപ്സ്റ്റിക്കും ഡാസ്ലറിന്റെ തന്നെയാണ്. ഇതിന്റെയും ഷെയ്ഡും പ്രൈസും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡല്ല, ഭയങ്കര വാഷ് ഔട്ട് ആവണ പോലത്തെ ഒരു ഷെയ്ഡാണ്. എനിക്ക് അത്രയ്ക്ക് ചേരാത്ത പോലെ തോന്നുന്നുണ്ട്. ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കില്ലേ, അവർക്ക് നന്നായിട്ട് ചേരണ ഒരു ലിപ്സ്റ്റിക്. ഫസ്റ്റ് കാണിച്ച 2 എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ലിപ്സ്റ്റിക് ഇപ്പോ. പിന്നെ ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല, ഞാനിപ്പോ അധികം യൂസ് ചെയ്യാറില്ല. ഞാൻ വേറെ ലിപ്സ്റ്റിക്കിന്റെ കൂടെയൊക്കെ മിക്സ് ചെയ്തത് യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ അല്ലാണ്ട് ഇത് ഒറ്റയ്ക്ക് ഇടാറില്ല. ഓൺലൈൻ തന്നെയാണ് ഈ ലിപ്സ്റ്റിക് എല്ലാം ഞാൻ മേടിച്ചത്. നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുത്തിട്ടുണ്ടാവും. ഇനി അടുത്ത ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഞാനൊരു പുതിയൊരു ബ്രാൻഡിന്റെ, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ബ്രാൻഡിന്റെ ആയിരുന്നു. ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നതാണ്. റേറ്റും ഭയങ്കര കുറവാണ്. 200 ഉള്ളിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിന്റെ ഫോർമുലയും കുറെ നേരം ലോങ് ലാസ്റ്റ് ചെയ്യുന്നതൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഈ ഷെയ്ഡ് എനിക്ക് എന്താ പറയാ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ആദ്യം ഇട്ടപ്പോ എന്തോ എനിക്ക് കുഴപ്പമില്ല, രസമുണ്ട് തോന്നി. ചിലപ്പോ കാശ് പോയതിന്റെ ആയിരിക്കും. അതിനുശേഷം പിന്നെ ഇട്ട് നോക്കുമ്പോ ഒരു സുഖമില്ല, കാണുമ്പോ ഫേസിനൊരു ഭംഗി കിട്ടുന്നില്ല അതിടുമ്പോ. ഇതേത് ബ്രാൻഡ് എന്ന് പറഞ്ഞില്ലല്ലോ, ഇത് ഹിലറി റോദ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് ഒക്കെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഷെയ്ഡ് നല്ലത് കാരണം കിട്ടാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ അടുത്ത ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ബ്ലഷീസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതിന് എത്രയോ 100 സംതിങ് അങ്ങോട്ട് വരുന്നുള്ളൂ. പക്ഷെ ഇത് ലിപ്സിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. നല്ലൊരു ഷെയ്ഡാണ്, പക്ഷെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നുണ്ട്. ഒരു കുറച്ച് നാൾ മുന്നേ എനിക്ക് ഈ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നന്നായിട്ട് ചേരാറുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ഇത്തിരി വാഷ് ഔട്ട് ആവുണ്ടോ എന്നൊരു ഡൗട്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഈ ലിപ്സ്റ്റിക് അധികം യൂസ് ചെയ്യാറില്ല. മറ്റേ ഫസ്റ്റ് കാണിച്ചാൽ 2 ലിപ്സ്റ്റിക് ഇല്ല, അതാണ് ഇപ്പൊ എന്റെ മെയിൻ ലിപ്സ്റ്റിക്കുകൾ യൂസ് ചെയ്യുന്നത്. ചെറുതായിട്ട് ലിപ് ബാം ഇട്ടിട്ട് നിങ്ങൾ ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല, നൈസ് ആയിരിക്കും. അടുത്ത ലിപ്സ്റ്റിക് ആണ് മെയിൻ താരം. ഇതെല്ലാവർക്കും ഞാൻ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, കാണുന്നവരൊക്കെ, അതായത് വീഡിയോയിൽ കാണുന്നവരൊക്കെ. പക്ഷെ എനിക്കിട്ടിട്ട് നേരിട്ട് കാണുമ്പോൾ ഭയങ്കരമായിട്ട് അത് ഡള്ളാക്കണം എന്റെ ഫേസ്. ഞാനൊരു ഫംഗ്ഷന് പോയി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഫോട്ടോസൊക്കെ നോക്കിയപ്പോഴാണെങ്കിലും ഭയങ്കര ഡള്ളായിട്ട് എന്റെ ഫേസ് ഇരിക്കണത്. പക്ഷെ വീഡിയോ ഇട്ടപ്പോ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്തത് നല്ല രസമുണ്ട് എന്നാണ്. അപ്പൊ വീഡിയോസിൽ ഇടാൻ കുഴപ്പമില്ല. ഇത് മാഴ്സിന്റെ ലൈല എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. മാഴ്സിന്റെ ലിപ് ഗ്ലോസ് ആണിത്. എനിക്ക് നന്നായി ചേരും എന്ന് വിചാരിച്ചൊരു ഷെയ്ഡായിരുന്നു. സാരല്ല, അടുത്തേല് പിടിക്കാം. പിന്നെ ഇത് കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ചുണ്ടിന്ന് അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്നില്ല. ലിപ് ഗ്ലോസ് ആണെന്ന് വെച്ചിട്ട് കുറേ നേരം ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് എലിയേറ്റ് എന്നാണെന്ന് തോന്നുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. ആ ബ്രാൻഡിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. 100 രൂപയുടെ താഴെ എങ്ങാണ്ടാ വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. എലിയേറ്റിന്നാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഈ ലിപ്സ്റ്റിക്കിന്റെ ഒരു ബ്രാൻഡ് നെയിം. ഇത് ട്രാൻസ്ഫർ പ്രൂഫ് അല്ല കേട്ടോ. ഇത് എന്തായാലും കുറച്ചു നേരം ലാസ്റ്റ് ചെയ്യുള്ളൂ. പെട്ടെന്ന് തന്നെ ഇത് മാഞ്ഞു പോകുന്നുണ്ട് ലിപ്സിൽ. പക്ഷെ ഇതിന്റെ ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലോണം എനിക്ക് ചേർന്ന മാതിരി തോന്നിയിട്ടുണ്ട്. ആമസോണിൽ തപ്പി 100 രൂപയുടെ താഴെയുള്ള ലിപ്സ്റ്റിക് കിട്ടിയതാട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡൊക്കെ നൈസ് ആയിട്ടുണ്ട്, പക്ഷെ ലോങ് ലാസ്റ്റ് ചെയ്യില്ല. അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്പ് ആൻഡ് ചീക്ക് ടിന്റ് ആണ്. ഇത് മുന്നേ ഒരു വട്ടം സ്മിറ്റണിന്ന് ഞാൻ ട്രയൽ പാക്ക് മേടിച്ചപ്പോൾ കിട്ടിയതാണ്. ഇതിന്റെ കൂടെ ഒരു റെഡ് കളറും കൂടി ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ അത് കാണാണ്ടായി, എവിടെ പോയാവോ. അപ്പൊ ഇതാണ് ഞാൻ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാറ്. ലിപ് ടിന്റ് ആയിട്ട് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, ഇടയ്ക്ക് വല്ലപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ. ബ്ലഷ് ആയിട്ടാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ്. ഒരു പിങ്ക് കളറാണ്.
പിന്നെ ഇടയ്ക്ക് ഐഷാഡോ പോലെയായിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിന് ട്രയൽ പാക്കിന് മേടിച്ചതെങ്കിൽ കറക്റ്റ് റേറ്റ് അറിയില്ല, ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് പറയാം. ഇനി അടുത്തത് എന്റെ ഷോർട്ട് വീഡിയോസിൽ കുറെ പേര് ചോദിച്ചിരുന്ന അടുത്തൊരു സംഭവമാണ് ഈ ലിപ് ലൈനർ. ഈ ലിപ് ലൈനർ ഞാൻ പണ്ട് എപ്പോഴോ ഒരു പാക്കറ്റ് ആയിട്ട് മേടിച്ചതാണ്. അതൊരു ലോക്കൽ ബ്രാൻഡ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിൽ നിന്ന് ഒരെണ്ണം ഇത് മാത്രം ഇപ്പൊ അവശേഷിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം എവിടെ പോയാന്ന് എനിക്കറിയില്ല. ബാക്കിയെല്ലാം പല വഴിക്ക് പോയി ഗൈസ്. അതിന്റെ ഷെയ്ഡുകളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് ഞാൻ ലിപ് ലൈനൊക്കെ മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. മുന്നേ യൂസ് ചെയ്യുന്നതല്ല, വെറുതെ മേടിച്ച് വെക്കല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് യൂസ് ചെയ്തത്. അപ്പൊ യൂസ് ചെയ്തപ്പോഴാണെങ്കിൽ ആ സംഭവങ്ങളൊന്നും കാണാനില്ല, ആകെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. കറക്റ്റ് ബ്രാൻഡ് കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു നല്ലൊരെണ്ണം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നല്ല ബ്രാൻഡിന്റെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ലോക്കൽ ഏതോ ബ്രാൻഡാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് എടുത്തെടുത്ത എല്ലാ വീഡിയോസിലും പറയാത്തത്. നോർമൽ ഒരു ലിപ് ലൈനറാണ്. ഓക്കെ, അപ്പൊ എന്റെ ആകെ ഇത്രയും ലിപ്സ്റ്റിക് ഉള്ളൂ. പിന്നെ കൂടാണ്ട് ഒരു ലിപ്പ് ആൻഡ് ചീറ്റിനും ഉണ്ടായിരുന്നു, പിന്നെ ഒരു ലിപ് ലൈനർ ഉണ്ടായിരുന്നു. അത്ര ഉള്ള എന്റെ ആകെ ലിപ്സ്റ്റിക്, ലിപ്പുമ്മ യൂസ് ചെയ്യുന്ന സംഭവങ്ങള്. എന്റെ ബ്രേസസ് അഴിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ വായിലൊരു റബ്ബർ ബാൻഡ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അഴിച്ചപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് പല്ലിന് ഭയങ്കര പെയിൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഡിസ്കംഫേർട്ടാണ്. അപ്പോൾ നേരിട്ട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കാത്തത്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ എന്റെ പല്ലിന്റെ ക്ലിപ്പൊക്കെ അഴിച്ച് ഞാൻ അടിപൊളിയായിട്ട് വരും. അപ്പൊ അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ ഇടും, ചിലപ്പോൾ ഇടില്ല. അപ്പൊ അത്ര ഉള്ളു വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാലോ.